ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഐസ്ക്രീം. ഇതിൽ നമ്മൾ പാലോ ക്രീമോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ, ഇവിടെ നമ്മൾ ഏലക്ക എന്നാണ് പറയുക ബാംഗ്ലൂരിൽ. ആ പഴം 4 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് ഒരു സിപ്ലോക്ക് കവറിൽ ഇട്ടിട്ട് ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ഫ്രീസറിൽ വെക്കണം. ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പഴമൊക്കെ നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിപ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ടിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കണം 3 മുതൽ 4 മണിക്കൂർ വരെ. അപ്പോൾ അത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രീസറിൽ നിന്നും എടുത്ത ശേഷം നമുക്ക് അത് അരയ്ക്കേണ്ടതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിത് കാഷ്യൂനട്ടും ബാദാമും കുറച്ച് നേരം കുതിർത്ത് വെച്ചിരുന്നു വെള്ളത്തിൽ. അതിൻ്റെ ബാദാമിൻ്റെ തോല് കളഞ്ഞിട്ട് അത് രണ്ടും കൂടെ നല്ലപോലെ അരച്ചിട്ട് ഒരു പാല് പോലെ ആക്കുക. പിന്നെ വെള്ളം ചേർത്ത് അരച്ചിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഫ്രീസ് ചെയ്ത് വെച്ച ഈ പഴം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അരയ്ക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് 2 ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഡേറ്റ്സ് കൂടെ ഇടുമ്പോൾ നല്ലൊരു മധുരവും കിട്ടും, നല്ലതുമാണ്. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ, എന്നിട്ട് 30 സെക്കൻഡ് അടിച്ചെടുത്തു. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. ഞാൻ അതിന് പകരം ഏലക്ക പൊടിച്ചതാണ് ചേർത്തത്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ 3 പ്രാവശ്യം നമ്മളിത് അടിച്ചെടുത്തു, 30 സെക്കൻഡ് വീതം. ഇപ്പോൾ ഇതുപോലെ ഒരു നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഇത് കിട്ടും. നമ്മൾ അത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്കത് ഫ്രീസ് ചെയ്ത് വയ്ക്കാം. ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചാൽ തന്നെ അത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല ഹോം മെയ്ഡ് ഐസ്ക്രീം, നമ്മൾ ഡയറ്റിലുള്ളവർക്കും പോലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സെർവ് ചെയ്തിട്ട് അതിലേക്ക് നട്ട്സോ റോസ്റ്റഡ് നട്ട്സോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോക്കോ ചിപ്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.